പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് അല്ലുവിന്റെ ബർത്ത്ഡേയും അതേപോലെ നമ്മുടെ ആനിവേഴ്സറിയും സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ ഞാൻ. അപ്പൊ അല്ലുവിന്റെ ഇത് 6ാമത്തെ ബർത്ത്ഡേ ആണ്, അതേപോലെ നമ്മുടെ 5ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഒരു ദിവസമാണ് കേട്ടോ, 2 മെയ് 12-നായിരുന്നു രണ്ടും. അങ്ങനെ അതൊക്കെ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കായിരുന്നു. വർക്കിംഗ് ഡേയും കൂടി ആയതുകൊണ്ട് ഒരു 8 മണി 8:30 ആകുമ്പോഴാണ് എല്ലാവരും എത്തിച്ചേരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊക്കെ സെറ്റ് ആക്കി വെച്ചു. അപ്പൊ അല്ലുവിന് ഇതുപോലെ സർപ്രൈസ് ആയിട്ട് ഇത് കാണണം അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പൊ അവളിങ്ങനെ റൂമിൽ നിന്ന് ഇതുപോലെ കണ്ണൊക്കെ അടിച്ച് നല്ല വന്നതിന് ശേഷം പിന്നെ ഇരുട്ട് നമ്മൾ ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയിട്ട് പിന്നെ അവൾ നല്ല കണ്ണുറക്കുമ്പോൾ അവൾക്ക് ഫുള്ള് ഡെക്കറേഷൻ ആയിട്ട് കാണണം അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അവളെ മൈൻഡ്. അപ്പൊ പിന്നെ അവളൊരു ആഗ്രഹമല്ലേ, അപ്പൊ നമ്മൾ ഫുള്ള് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ട് അവളെ വിളിച്ചു. അപ്പൊ അവളുടെ ഒരു സന്തോഷം കാണായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒക്കെ പല കാര്യങ്ങളല്ലേ വളരെ സന്തോഷിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അതൊക്കെ നമ്മളിങ്ങനെ സെറ്റ് ആക്കി വെച്ചതിന് ശേഷം പിന്നെ അവള് നേരെ കേക്ക് കട്ടിയായിരുന്നു കേട്ടോ. Happy birthday, happy birthday, happy birthday to you. Clap is. പിന്നെ നമ്മൾ ഇതേപോലെ കേക്ക് ഒക്കെ കട്ട് ചെയ്തു കേട്ടോ. കേക്ക് കട്ട് ചെയ്യുമ്പോൾ അവൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. എല്ലാവരും കൂടി വിളിച്ചിട്ടായിരുന്നു കേട്ടോ അവൾ കേക്ക് കട്ട് ചെയ്ത്. അങ്ങനെ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ അവരും ഇതുപോലെ കേക്കിന് വേണ്ടി ഇങ്ങനെ ഒട്ടി നടക്കായിരുന്നു. കാരണം അവർക്കും കേക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇങ്ങനെ കേക്കിന് അവർക്ക് കിട്ടിയപ്പോൾ അവർക്ക് പിന്നെ നല്ല സന്തോഷമായിട്ട് അങ്ങനെ സീൻ സസ്തി എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടിയുള്ളൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. പിന്നെ അവളുടെ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മളൊക്കെ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് വരണം, സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കണം, അങ്ങനത്തെ ആയിരുന്നു അവളെ ആഗ്രഹം എന്ന് പറഞ്ഞത്. അങ്ങനെ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പൊ ക്ലാപ്പ് ചെയ്യാൻ പറയുമ്പോൾ ഒരാളുടെ ഭയങ്കരത്തിൽ ക്ലാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവര് ഇതുപോലെ ഒരു ചെറിയൊരു ഗിഫ്റ്റ് അവർക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കമ്മലായിരുന്നു കേട്ടോ വാങ്ങിച്ചു കൊടുത്തത്. അവർക്ക് കമ്മല് കാത് കുത്താൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ കാതൊക്കെ കുത്തി സെറ്റായിരുന്നായിരുന്നു, പക്ഷെ കമ്മൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവര് ബർത്ത്ഡേക്ക് എടുക്കാന്ന് വിചാരിച്ച് അങ്ങനെ കമ്മലൊക്കെ വാങ്ങിച്ചു. അപ്പൊ അവള് ഭയങ്കര സന്തോഷമായിട്ടാണ് കമ്മലൊക്കെ കിട്ടിയപ്പോൾ. പിന്നെ നമ്മള് ഓരോ ആൾക്കാർ ഇതുപോലെ ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്തു. പിന്നെ അവർക്ക് ഞാൻ ഭയങ്കര ആകാംക്ഷയായിരുന്നു ഓരോ സാധനങ്ങൾ എടുത്ത് നോക്കാനും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഡ്രസ്സായിരുന്നു കേട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ടായത്. അങ്ങനെ അവർക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവളെ ബർത്ത്ഡേക്ക് കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് നമ്മുടെ ആനിവേഴ്സറിന്റെ കേക്ക് കട്ട് ചെയ്യാൻ വെച്ചു. ഞാനൊരു ചെറിയ കേക്കായിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായത്. അപ്പൊ നമ്മൾ ഇതേപോലെ എൻ്റെ 5ാമത്തെ ആനിവേഴ്സറി ആണ്. അപ്പൊ ഇതിന് മുന്നേ നമ്മൾ ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ നാട്ടിലും അരിയാട്ടിന് വീഡിയോ ആയിരുന്നു ഉണ്ടായത്. അങ്ങനെ ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്തില്ല. അപ്പൊ കഴിഞ്ഞ വർഷം മുതലാണ് നമ്മൾ ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്തത് കേട്ടോ. അങ്ങനെ നമ്മൾ ചെറിയൊരു കേക്കൊക്കെ മുറിച്ച് കട്ട് ചെയ്തൊക്കെ കൊടുത്തു. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എപ്പോഴും ഇങ്ങനെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നുള്ളത്. പക്ഷെ ഇത്രയായിട്ട് നമുക്ക് കൊടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം മുതലാണ് ഒന്നിച്ചുണ്ടായത്. അപ്പൊ ഞാൻ ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് ഇതേപോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ആ ഡ്രസ്സാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതേപോലെ സർപ്രൈസ് ആയിട്ടായിരുന്നു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷെ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. എന്റെ മെസ്സേജ് എങ്ങനെയോ കണ്ടു വെച്ചു. അങ്ങനെ എന്തോ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. പക്ഷെ എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല, അറിഞ്ഞു എന്നുള്ള കാര്യം കേട്ടോ. അപ്പൊ ഞാൻ ഇതേപോലെ ചെറിയൊരു വാച്ചായിരുന്നു വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായത്. അങ്ങനെ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ആ വാച്ച് കൊടുത്തിട്ടു. അപ്പൊ ആള് വലിയ സർപ്രൈസ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല, കാരണം മുന്നേ തന്നെ അറിയുന്നതുകൊണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഞാൻ എപ്പോഴും വാങ്ങിക്കണം എന്ന് വിചാരിക്കലാണ്. പക്ഷെ ഈ പ്രാവശ്യം അതും കൂടെ പറ്റി. അങ്ങനെ ചെറിയൊരു വാച്ചും കൂടെ ഒക്കെ വാങ്ങിച്ചു. അതിന്റെ ഫോട്ടോ ഒക്കെ ഞാൻ ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ വീഡിയോനകത്ത്. അങ്ങനെ ഞാൻ എൻ്റെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളെ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. വർഷങ്ങൾക്ക് എത്ര പെട്ടെന്നല്ലേ കടന്നു പോകുന്നത്. നമ്മളെ ആനിവേഴ്സറിയും അതേപോലെ നമ്മളെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോഴാണ് ഒത്തിരി വർഷമായി എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിക്കലല്ലേ. അങ്ങനെ ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാ ആനിവേഴ്സറിയും ബർത്ത്ഡേ ഒക്കെ ഭയങ്കര സെലിബ്രേഷൻ അല്ലേ. അപ്പം നമ്മൾ ഇതുപോലെ ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. ബർത്ത്ഡേ അതേപോലെ ആനിവേഴ്സറി സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതുപോലെ പുറത്ത് പോയിട്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായത്. പുറത്ത് പോയിട്ടാണ് കേക്ക് കട്ട് ചെയ്തത് കേട്ടോ. അപ്പം ഇപ്രാവശ്യം പിന്നെ വില്ലയിലാക്കാമെന്ന് വിചാരിച്ചു, കാരണം ഭയങ്കര ചൂടാണ്. അങ്ങനെ കേക്ക് കട്ട്
കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും കേക്കൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗ്രില്ലായിരുന്നു കേട്ടോ ഫുഡ് ഉണ്ടായത്. അപ്പോൾ നമ്മളെല്ലാ ഫാമിലി ഒന്നിച്ചാണ്, ഒരു വില്ലയിലാണ് നമ്മൾ 4 ഫാമിലി ഉള്ളത്. അപ്പോൾ എല്ലാ പരിപാടിക്കും നമ്മൾ ഒന്നിച്ച് ഇതേപോലെ ഫുഡ് കഴിക്കും, ഒന്നിച്ച് കുക്ക് ചെയ്യും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഭയങ്കര രസമാണ്, അടിപൊളി വൈബാണ്. നമ്മൾ നാട്ടിൽ നിന്ന് ഫാമിലി വിട്ടു നിന്നൊരു ഫീൽ ഇവിടെ ഇല്ല കേട്ടോ. കാരണം വെറുതെ ബോറടിച്ചിരിക്കാനൊരു സമയം നമുക്കില്ല, നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ സംസാരിച്ചൊക്കെ ഇരിക്കും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതേപോലുള്ള വൈബിലുള്ള ആൾക്കാർ തന്നെയാണ് നമുക്ക് കിട്ടുകയും ചെയ്തത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഒരു 1 മണി ഒക്കെ ആകുമ്പോഴാണ് കേട്ടോ നമ്മൾ സംസാരിച്ചൊക്കെ കുറേ ഇരുന്നതിന് ശേഷം ഒരു 1 മണിയൊക്കെ ആകുമ്പോഴാണ് പിന്നെ ഉറങ്ങാൻ പോകുന്നത്. പിന്നെ നാളെ ഡ്യൂട്ടി ടൈമും കൂടെ ആയതുകൊണ്ട് പിന്നെ എല്ലാവരും ഒരു 1 മണിയൊക്കെ ആകുമ്പോൾ പിന്നെ പോയി കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്താലേ എൻ്റെ വീഡിയോ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അടുത്തൊരു വീഡിയോ